വെൽക്കം ബാക്ക് ടു പ്ലാൻ സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക് മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ രണ്ട് ടൈപ്പാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഹെട്രോതാലസം എന്താണെന്നും അതിൻ്റെ രണ്ട് ടൈപ്പ് മാത്രം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലസം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ട് ടൈപ്പും വിത്ത് ഡയഗ്രാം എടുക്കാനുണ്ട്. അതാണ് ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് എടുക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ എന്താണ് മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ അലീൽ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ അലീൽസ് ആണ് അല്ലേ. ഒരു സെക്ഷലി കോമ്പാറ്റബിൾ ആകണമെങ്കിൽ അല്ലെങ്കിൽ സെക്ഷൽ മീറ്റിംഗ് നടക്കണമെങ്കിൽ അവിടെ മോർ ദാൻ 2 അലീൽസ് വേണം. ഒരു ലോക്കസിൽ തന്നെ ഒന്നിൽ കൂടുതൽ അലീൽസ് ഉണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്ന ആൾക്കാരാണ്. ഇത്തരം മൾട്ടിപ്പിൾ അലീൽ ഹെട്രോതാലിസത്തിൽ കോമ്പാറ്റബിൾ സ്ട്രെയിൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട് ബ്രീഡിങ്ങും വളരെ കൂടുതലാണ്. ഈ രണ്ട് ടേംസും എന്തുകൊണ്ടാണ് കൂടുതൽ എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഏതൊക്കെയാണെന്ന് ഇന്നൊരു ക്ലാസ്സിൽ നോക്കുന്നത്. ഒന്നാമത്തേത് ബൈപോളാർ അല്ലെങ്കിൽ യൂണിഫാക്ടോറിയൽ ഹെട്രോതാലിസം. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ടെട്രാപോളാർ ഓർ ബൈഫാക്ടോറിയൽ ഹെട്രോതാലിസം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിൻ്റെയോ നമ്പേഴ്സ് വ്യത്യാസമുണ്ട്. അത് ഏത് നമ്പറാണ്, അലീലിലാണോ വ്യത്യാസം ഉള്ളത്, എന്തുകൊണ്ടാണ് ഇവയെ യൂണിഫാക്ടോറിയൽ ആൻഡ് ബൈഫാക്ടോറിയൽ എന്ന് പറയുന്നത് നോക്കിയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ബൈപോളാർ ഹെട്രോതാലിസം എന്ന് വെച്ചാൽ sexual compatibility is controlled by a single locus, but that single locus can have multiple allele. ബൈപോളാറിൽ ലോക്കസ് സെയിം തന്നെയാണ്. ആ ഒരു സിംഗിൾ ലോക്കസിൽ മൾട്ടിപ്പിൾ അലീൽസ് ഉണ്ടായിരിക്കും. ഇനി നേരെ മറിച്ച് ടെട്രാപോളാർ ആണെങ്കിൽ ബൈപോളാർ തന്നെയാണ്, പക്ഷേ അവിടെ രണ്ട് ലോക്കസ് ഉണ്ടായിരിക്കും. കോമ്പാറ്റിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലോക്കസ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് ലോക്കസ്. അതുകൊണ്ടാണ് ബൈഫാക്ടോറിയൽ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബൈപോളാർ ഓർ യൂണിഫാക്ടോറിയൽ ഹെട്രോതാലിസം ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ബൈപോളാർ അല്ലെങ്കിൽ യൂണിഫാക്ടോറിയൽ ഹെട്രോതാലിസം എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത്തരം ആൾക്കാരിൽ മീറ്റിംഗ് നടക്കണമെങ്കിൽ രണ്ട് താലസ് തമ്മിൽ മീറ്റ് ചെയ്യാണ്. ആ ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ രണ്ട് താലസും ഡിഫറെൻ്റ് അലീൽസ് ഉള്ള താലസ് ആയിരിക്കണം. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. ഈ രണ്ട് മൾട്ടിപ്പിൾ ഹെട്രോതാലിസത്തിൽ ലോക്കസ്, ഈ ഒരു ബൈപോളാറിൽ ലോക്കസ് സെയിം ആണ്. ഇവിടെ എ എന്ന് പറയുന്ന ലോക്കസ് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ആ ലോക്കസിൽ രണ്ടിൽ കൂടുതൽ അലീൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, സപ്പോസ് A1 A2 A3 A4 സോ ആണ് അവിടുത്തെ അലീൽസ് എന്ന് വെക്കുക. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ഒരു താലസ് A1 മേറ്റിംഗ് ടൈപ്പുള്ള ഒരു താലസ് ആരുമായിട്ട് മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ? A1 ഒഴികെയുള്ള ബാക്കി ഏത് ആൾക്കാർ വന്നാലും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം A1 കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ടൈപ്പുള്ള ഒരു താലസ് A1 തന്നെ കണ്ടെയ്നിങ് ആയിട്ടുള്ള മറ്റൊരു താലസുമായിട്ട് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു താലസ് വന്നാൽ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, സക്സസ്ഫുള്ളി മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും A1 എന്ന് പറയുന്നത് A1ഉമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടത്. ബാക്കി 3 ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ A2യുടെ കേസ് ആണെങ്കിലോ A2ഉം തമ്മിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാക്കി 3 ആൾക്കാർ തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റും. A3 ആണെങ്കിലോ ഈ മൈനസ് ഇവിടെയാണ് കേട്ടോ വേണ്ടത്. A3യും തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റില്ല. A4 ആണെങ്കിലോ A4ഉം തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ആര് വന്നാലും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഇതിനൊരു ക്രോസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ A1 A2 എന്നീ രണ്ട് ആൾക്കാർ കോമ്പറ്റിബിൾ ടൈപ്പ് തമ്മിൽ ക്രോസ് ചെയ്യാണ്. A1 A2 എന്നീ രണ്ട് ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്ന ഒരു ഹെട്രോകാരിയോൺ ഉണ്ടായി. ആ ഹെട്രോകാരിയോൺ സെഗ്രിഗേറ്റ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലുണ്ടായി. അതിൽ മ്യൂസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് സെല്ലുണ്ടായി. പക്ഷെ ഉണ്ടായ ആ 4 ഹാപ്ലോയിഡ് സെല്ലിൽ 2 A1ഉം 2 A2 ആണ്. സെയിം 50-50 റേഷ്യോ ആണ് അല്ലേ. 50 പാരൻറ്റ് 50 സെക്കൻഡ് പാരൻറ്റ്, അങ്ങനെ 50-50 റേഷ്യോയിൽ 2 ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, 2 ടൈപ്പേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ബൈപോളാർ ഹെട്രോതാലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈപോളാർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഒരു ലോക്കസ് ആണ്, ഒന്നിൽ കൂടുതൽ അലീൽസ് ആണ്.
നമുക്ക് നേരെ തിരിച്ച് ടെട്രാപോളാർ അല്ലെങ്കിൽ ബൈ ഫാക്ടോറിയൽ ഹെട്രോതാലിസം എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ട് ലോക്കസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദീസ് ലോക്കൈ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി അറ്റ് മിയോസിസ് ആൻഡ് സിൻസ് ടു ഫാക്ടേഴ്സ് ആർ ഇൻവോൾവ്ഡ് ദ ഹെട്രോതാലിസം ഈസ് സെഡ് ടു ബി ബൈ ഫാക്ടോറിയൽ. അവിടെ രണ്ട് ഫാക്ടർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതായത് A1 B1 A1 B2 അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ബൈ ഫാക്ടോറിയൽ, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. സോ സപ്പോസ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് ഫാക്ടേഴ്സിനെ ഒന്ന് A ആൻഡ് B രണ്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഈ എയിലും ബിയിലും ഉള്ള അലീൽസ് ആണ്, എയിലുള്ള അലീൽസ് ആണ് A1 A2, ബിയിലുള്ള അലീൽസ് ആണ് B1 B2 എന്ന് സപ്പോസ് വെക്കുക റെസ്പെക്റ്റീവ്ലി. ഇനി ഇത്തരം ടെട്രാപോളാർ ആയിട്ടുള്ള ആൾക്കാരിൽ 4 ടൈപ്പ് മേറ്റിംഗ് ടൈപ്പ് ഉണ്ടായിക്കൂടെ? ഈ 4 അലീൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് 4 ടൈപ്പ് മേറ്റിംഗ് ഉണ്ടാക്കാം. ഒന്ന് A1 B1 A2 B2 A1 B2 A2 B1. ഓക്കെ, അങ്ങനെ 4 ടൈപ്പ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ടെട്രാപോളാർ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ 4 എണ്ണവും 4 ഡിഫറെൻറ്റ് സ്പോർസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ടെട്രാപോളാർ എന്ന് പേര് വന്നത്. സോ എങ്ങനെയാണ് ഇവയുടെ മീറ്റിംഗ് നോക്കാം. ഇവിടെ ഞാൻ കുറേ ടേംസ് കൊടുത്തിട്ടുണ്ടല്ലേ, FL B പ്ലസ് മൈനസ്. അപ്പോൾ എന്താണ് BFL എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് കൊടുത്തു നോക്കിയാൽ ഇതാ ഇവിടെ ഒരു കാര്യമുണ്ട്. മേറ്റിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ഇഫ് ദ A and B alleles differ in both the thallus. അതായത് രണ്ട് താലസ് എടുത്തു. ഈ രണ്ട് താലസ് എടുത്താൽ A എന്ന് പറയുന്ന ലോക്കസിൽ A1 ആണെങ്കിൽ സെക്കൻഡ് താലസിൽ A1 ആയിരിക്കാൻ പാടില്ല, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ B1 ആണെങ്കിൽ ഇവിടെ B1 ആയിരിക്കാൻ പാടില്ല, വേറെ ഏതെങ്കിലും ആൾക്കാരായിരിക്കണം. എയിലും ബിയിലും ഉള്ള അലീൽസ് രണ്ട് താലസിലും ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ നമുക്കിത് വെച്ചിട്ട് നോക്കാം. ഒന്നാമത്തെ കേസ് എന്താ, ഇവിടെ A1 B1 ആണ്, ഇവിടെയും A1 B1 ആണ്, രണ്ട് അലീൽസും സെയിം ആണ് ബോത്ത് താലസ്. അപ്പോൾ അവിടെ ഒരിക്കലും മീറ്റിംഗ് നടക്കില്ല. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയാൽ ഇവിടെ FL എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതാണ് ഫ്ലാറ്റ് റിയാക്ഷൻ. അതായത് ഒരു ലോക്കസ് ഇവിടെ A1 B2 A1 B1 ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അവിടെ ഫസ്റ്റ് ലോക്കസിലുള്ള അലീൽസ് എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ സെക്കൻഡ് ലോക്കസ് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഹെട്രോകാരിയോണിൽ A അലീൽ എന്ന് പറയുന്നത് കോമൺ ആണ്, പക്ഷേ B അലീൽ ഡിഫറെൻ്റ് ആണ്. ഇത്തരം കണ്ടീഷനിൽ ഹെട്രോകാരിയോൺ എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ആയിരിക്കും, സ്പെയേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇറഗുലർലി ബ്രാഞ്ചഡ് ആയിരിക്കും. ഇവിടെ മീറ്റിംഗ് നടന്നാൽ തന്നെ ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്ര ആൾക്കാരിൽ ക്ലാമ്പ് കണക്ഷൻ ഫോം ചെയ്യില്ല. സോ ഇവ മോർഫോളജിക്കൽ അല്ലെങ്കിൽ മെറ്റബോളിക്കലി അബ്നോർമാലിറ്റി കാണിക്കും. ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിവിഷൻ അവിടെ നടക്കില്ല. ദെൻ ഈ ഒരു സെക്കൻഡ് കേസ് ആണെങ്കിൽ ഇവിടെ എന്താ, B ബാരേജ് റിയാക്ഷൻ ആണ്. അതായത് A2 A1 ആണ് അല്ലേ. A എന്ന് പറയുന്ന അലീൽസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ B എന്ന് പറയുന്ന അലീൽ കോമൺ ആണ്. അത്തരം കേസിൽ അവിടെ ബാരേജ് റിയാക്ഷൻ ആണ് ഉണ്ടായിരിക്കുക. അതായത് hyphae of the mating colony approach towards each other. അവ രണ്ടും മേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരും, പക്ഷെങ്കിൽ അടുത്ത ഒരു സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അവിടെ നിൽക്കും. കാരണം അവിടെ ഒരു ബാരിയേജ് സോൺ ഫോം ചെയ്യും ആ രണ്ട് കോളനീസിനെ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോമൺ B അലീൽസ് എപ്പോഴും ന്യൂക്ലിയർ മൈഗ്രേഷനും കാരിയോ കമ്മിയും ക്ലാമ്പ് കണക്ഷനും മിയോസിസിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ പ്ലസ് വന്നത് ഏത് മാത്രമാണ്, രണ്ട് ലോക്കസിലുള്ള അലീൽസും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു കേസിൽ നോക്കിയാൽ ഫസ്റ്റ് ഇവിടെ A2 ആണെങ്കിൽ ഇവിടെ A1 ആണ്. ഓക്കെ, ഇവിടെ B2 ആണെങ്കിലോ ഇവിടെ B1 ആണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു കേസിലാണെങ്കിൽ A2 B2 A1 B1 രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെയും A1 B2 A2 B1, ഇവിടെ A2 B2 A1 B1. ഓക്കെ, അങ്ങനെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടും ഒരേപോലെ ആണെങ്കിൽ ഒരിക്കലും മീറ്റിംഗ് നടക്കില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് മാറിയതെങ്കിൽ അവിടെ ഫ്ലാറ്റ് റിയാക്ഷനോ അല്ലെങ്കിൽ ബാരിയേജ് റിയാക്ഷനോ നടക്കാം.